السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدًا عبده ورسوله النبي المختار. وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو أننا إذا متنا تركنا لكان الموت راحة كل حي ولكننا إذا متنا بعثنا فنسأل بعيده عن كل حي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണന്മാരെ, പണ്ഡിതന്മാരെ, മറ്റ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ പെരുമ്പാവൂരിൻ്റെ പരിസരങ്ങളിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് പ്രത്യേകം ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റൂഹ് വിട പറയുമ്പോൾ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഗ്രഹങ്ങളുടെ പറുദീസയായ ഇഹലോക ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ സുഖങ്ങളും എല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മൂഢമായ ചിന്ത മനുഷ്യനെ ഏതൊരു സമയത്തും അടക്കി ഭരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ മരിക്കില്ല എന്നൊരു തോന്നലാണ്.
അതല്ലെങ്കിൽ ഇതുവരെ ജീവിതത്തിൻ്റെ പലവിധ പ്രയാസങ്ങളിലൂടെ അകപ്പെട്ട നാം എങ്ങനെയോ അതിൽ നിന്ന് കുതറി രക്ഷപ്പെട്ടതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള ജീവിതത്തിൽ ഇനിയും അങ്ങനെ തന്നെ പോകും എന്നൊരു ധാരണ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്ത് ഈ ലോകത്തോട് വിട പറയുമെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു പെരുമ്പാവൂരിൻ്റെ ഈ ഒരു മൈതാനിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കാലുകൊണ്ടാണ് ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് കടന്നു വന്നതെങ്കിൽ തിരിച്ച് ഇതേ കാലുകൊണ്ട് നടന്നു പോകാൻ സാധിക്കുമോ? അതല്ല മറ്റുള്ളവൻ്റെ ചുമലിലേറി പോകേണ്ടി വരുമോ? നമുക്കത് പറയാൻ കഴിയില്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ബട്ടൺ പോലും നമ്മുടെ കൈക്കൊണ്ട് ധരിക്കുമ്പോൾ തിരിച്ച് ഇതേ കൈക്കൊണ്ട് ഇതിനെ ഊരി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധ്യമാണോ? അതല്ല നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ കൈക്കൊണ്ട് അഴിക്കേണ്ടി വരുമോ? ഇതൊന്നും പറയാനോ അറിയാനോ സാധ്യമല്ല എന്നുള്ളതാണ്. നാളെയും ഇതുപോലൊരു വൈകുന്നേര സമയമുണ്ടാകുമ്പോൾ അല്ലാഹുവേ, ഇതുപോലെ ആൾക്കൂട്ടത്തിലാണോ അതല്ല ഒറ്റക്കായി നാടിൻ്റെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണിനുള്ളിൽ ഒറ്റക്കൊതുങ്ങേണ്ടി വരുമോ എന്നുള്ളത് നമുക്കറിയാൻ സാധ്യമല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ബോധ്യമാണ് എപ്പോഴും നമ്മുടെ മനസ്സുകളിലൂടെ ഉണ്ടാകേണ്ടത്. നാളെ എൻ്റെ വീടിൻ്റെ മുറ്റത്തെൻ്റെ കൂട്ടുകാർ എൻ്റെ ജനാസ സംസ്കരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മാൻ്റെ തട്ടം വിയോഗത്തിൻ്റെ കണ്ണുനീരാൽ കുതിർന്നു പോകുമോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ പലപ്പോഴും നമ്മൾ വിചാരിക്കും അങ്ങനെ ഒന്നും അടുത്തൊന്നും സംഭവിക്കാനുള്ളതല്ല. ചെറിയൊരു അനുഭവത്തിൻ്റെ ഏടിൽ നിന്ന് ഈ ഒരു സംസാരത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരൂരിൻ്റെ ചമ്പ്രവട്ടം പാലത്തിനപ്പുറത്ത് തിരൂരിലെ ഒരു വീട്ടിൽ 6ാം ക്ലാസ് പഠിക്കുന്ന കേവലം 10 വയസ്സുകാരനായ ആൺകുട്ടി അവൻ വീട്ടിലേക്ക് കടന്നു വരാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫിയുമായി നേരെ വാപ്പാടെ മുന്നിലേക്ക് ഓടി വന്ന വാപ്പാക്ക് സന്തോഷത്തോടെ ആ ട്രോഫി കാണിച്ചു കൊടുത്തു. അവൻ നേരെ ഓടിയത് അടുക്കളയിലേക്കാണ്. അവൻ്റെ ഉമ്മാനെ പ്രതീക്ഷിച്ച് അടുക്കളയിലേക്ക് ഓടിയ ആ മകൻ നിറകണ്ണുകളോടെ വാപ്പാടെ മുമ്പിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം 1.5 മാസങ്ങൾക്ക് മുമ്പ് അവൻ്റെ മാതാവ് വിട പറഞ്ഞതിൻ്റെ ഓർമ്മയില്ലാതെ ആ മകൻ അടുക്കളയിലേക്കോടി അതേപോലെ നിറകണ്ണുകളോടെ തിരിച്ചു വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, ഈ ട്രോഫി എനിക്ക് ഉമ്മാനൊന്ന് കാണിച്ചു കൊടുക്കണമെന്നാണ്. നമ്മളെപ്പോലൊരു സലഫി കുടുംബത്തിലെ ഒരു മകൻ വാപ്പാനോട് വന്ന് പറയാൻ, ഉമ്മാക്ക് ഈ ട്രോഫി ഒന്ന് കാണിച്ചു കൊടുക്കണം. നിസ്സഹായനായ പിതാവും മകനും വാപ്പയും തമ്മിലുള്ള സംഭാഷണം മഗ്‌രിബുകളും കഴിഞ്ഞു. പിന്നീട് അവൻ വാശി പിടിച്ചു, ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ഉമ്മാടെ ഖബറിൻ്റെ അവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കാൻ നിങ്ങൾ എനിക്ക് സമ്മതിക്കണമെന്നാണ്. രാത്രി 8:15 സമയത്താണ് കഴിഞ്ഞ തദ്ക്കിറയിൽ ഇവിടെ പ്രഭാഷണം നിർവഹിച്ച ഹാരിസ് കായക്കൊടി ആ പിതാവ് വിളിക്കാൻ, എനിക്കത് പരിഹരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയാണ്, ഇതിനെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ ഞാൻ പോലും അവിടെ പ്രയാസപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു സാഹചര്യത്തിലുണ്ടായ ഒരു കഥയുടെ ശിഖരങ്ങളല്ല എടുത്തു പറഞ്ഞത്. നമ്മളെപ്പോലെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ നേതൃത്വങ്ങളിൽ ദഅവാ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സാഹചര്യമാണെങ്കിൽ, അല്ലാഹുവേ, നാളെ എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അത്രത്തോളം നൈമിഷികമാണ് നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ അടുത്ത് വിളിക്കുകയാണ്. ആ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഷോൾഡറിലൂടെ പ്രവാചകൻ്റെ കൈകൾ വെക്കാൻ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ശ്രദ്ധേയമായ ഉപദേശമുണ്ടല്ലോ, കുൻ ഫിദ്ദുനിയ കഅന്നക ഉരീബുൻ അബറു സബീൽ. കുന്നി ആയിത്തീരണേ ഫിദ്ദുനിയ, ഭൗതിക ലോക ജീവിതത്തിലൂടെ, കഅന്നക ഉരീബുൻ അബറു സബീൽ, ഒന്നുകിൽ ഒരു അപരിചിതനെ പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ആയിത്തീരണമെന്നാ. ഒന്നുകിൽ ഒരു അപരിചിതനെ പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ 2 മാസക്കാലം 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കച്ചവട യാത്രകളായി മരുപ്പറമ്പുകളിലൂടെ മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം ആ യാത്രക്കിടയിൽ അവർ രാത്രികളിൽ നിശയുടെ നിശബ്ദതകളെ അവർ ടെൻ്റ് കെട്ടി താമസിക്കുന്ന ആ ഒരു അല്പസമയമില്ലേ, അത് കഴിഞ്ഞാൽ നേരം പുലരുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര
അവർ വീണ്ടും തുടങ്ങുന്നുവെങ്കിൽ ആ വിശ്രമിക്കാനെടുക്കുന്ന സമയം പോലെ നമ്മളാണെങ്കിലും ദീർഘദൂരമായ യാത്രകൾക്കിടയിൽ ഹോട്ടലുകളിൽ റൂമെടുത്ത് നമ്മൾ താമസിക്കുന്ന പോലെ, അത് നിത്യവാസം അവിടെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഒരു രാത്രി, ആ രാത്രിയുടെ വിശ്രമം കഴിയുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നുവെങ്കിൽ അതുപോലെ മാത്രമേ ആ ദുനിയാവിനെ നിങ്ങൾ കാണാവൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫൈദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിരിസ് സബാഹ്. നീ പ്രഭാതത്തിൽ എത്തിച്ചേർന്നാൽ ഒരിക്കലും നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വഇദാ അംസൈത ഫലാ തൻതദിരിസ് സബാഹ്. വൈകുന്നേരത്തിലെത്തിയാൽ ഒരിക്കലും നീ പ്രഭാതത്തെയും പ്രതീക്ഷിച്ചു പോകണ്ട. രാവിലെ നിന്റെ കിടപ്പറയിൽ നിന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥനയോടുകൂടെ നീ എഴുന്നേറ്റ് വരുമ്പോ, അന്നിന്റെ മഗ്‌രിബ് സമയം നിന്നിലൂടെ കടന്നു വരുമ്പോ, മനുഷ്യ ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന ചിന്ത നിങ്ങളിലൂടെ വേണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എത്തിയാൽ വൈകുന്നേരം ബാക്കിയുണ്ടാകുമെന്ന ചിന്ത വേണ്ട. വൈകുന്നേരത്തെ എത്തിയാൽ രാവിലെയും ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന ചിന്ത വേണ്ട. അത്രയും അടുത്താണ് മരണം എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. നിങ്ങൾ നോക്കിയേ, സാധാരണ നമ്മൾ പറയലുണ്ട്, ഒരു വിജനമായ പ്രദേശത്തുകൂടെ, വിജനമായൊരു ഭാഗത്തുകൂടെ ഒരു മനുഷ്യങ്ങനെ നടന്നു പോവാൻ. ആ നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് വലിയ ഒരു ഗർജനം കേട്ട്, അലർച്ച കേട്ട് ഈ മനുഷ്യനൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ലക്ഷ്യമാക്കി വാപ്പുളർന്ന് നിൽക്കുന്ന ഒരു സിംഹത്തെ കാണുകയാണ്. ഈ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ പേടിച്ചുകൊണ്ടോടുന്ന ഓട്ടത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കാല് വഴുതി വീഴുകയാണ്. ആ വീഴ്ചയിൽ ആ മനുഷ്യൻ അതിൻ്റെ അഗാധതലത്തിലേക്ക് എത്തിയില്ല. അതിൻ്റെ മധ്യത്തിൽ നിന്ന് മുളച്ചു കൊമ്പിയ ഒരു കമ്പിൽ ഈ മനുഷ്യൻ തൂങ്ങിക്കിടക്കുകയാണ്. അതിലയാളൊന്ന് പിടിമുറുക്കി. എന്നിട്ട് ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കുമ്പോൾ ആ സിംഹം അവിടെ തന്നെ നിൽപ്പാൻ. താൻ പിടിച്ച കൊമ്പിലേക്കൊന്ന് നോക്കി. അതിനേക്കാൾ ഭയാനകരമായ മറ്റൊരു കാഴ്ച, കറുത്തതും വെളുത്തതുമായ രണ്ട് എലികൾ ആ കമ്പ് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു നിമിഷവും അത് പൊട്ടി ആ മനുഷ്യൻ താഴേക്ക് വീഴേക്കാം. അവൻ താഴേക്ക് നോക്കുമ്പോൾ വലിയൊരു സർപ്പം തന്നെ ലക്ഷ്യമാക്കി നിൽക്കുന്നതായി ഈ മനുഷ്യൻ കാണുകയാണ്. പിടിച്ച കൊമ്പിന് ബലം പോരാ. താഴെയാണെങ്കിൽ സർപ്പമാണ്, മുകളിലാണെങ്കിൽ സിംഹമാണ്. മാനസികമായി ഏറ്റവും വലിയ സംഘർഷാവസ്ഥ. ഈ നേരത്താണ് ഇയാളുടെ തലയിൽ ഒരു നനവനുഭവപ്പെടുന്നത്. ഇയാളൊന്ന് മുകളിലേക്ക് നോക്കി. ആ മരത്തിൻ്റെ ആ പിടിച്ച കമ്പിൻ്റെ ചില്ലയിൽ എവിടെയോ കൂടുകൂട്ടപ്പെട്ട തേനീച്ചക്കൂടിൽ നിന്ന് ഉറ്റുവീഴുന്ന തേൻതുള്ളികളാണ്. അയാളൊന്ന് നാക്ക് നീട്ടിക്കൊടുത്തു. ഹായ്, എന്തൊരു മധുരമാണ് ആ തേനിൽ ആ മനുഷ്യൻ മതിമറക്കുന്നുവെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ പറയും, അവനൊരു വിഡ്ഢിയാണ്. വിഡ്ഢിയാണ് എന്ന് മാത്രമല്ല, അവനൊരു പമ്പര വിഡ്ഢിയാണ് എന്ന് നമ്മൾ പറയും. കാരണം എന്താണ്? ആ സിംഹം അവിടെ നിൽക്കാൻ, സർപ്പം അവിടെയുണ്ട്, പിടിച്ച കൊമ്പിന് ബലം പോരാ. ഈ സമയത്ത് തേൻ ആസ്വദിക്കാൻ നിൽക്കാൻ. പ്രിയമുള്ളവരെ, ആ സിംഹമെന്ന് പറഞ്ഞാൽ അത് മലക്കുൽ മൗത്താൻ. മലക്കുൽ മൗത്താൻ. നാം പിടിച്ചിരിക്കുന്ന കൊമ്പെന്ന് പറഞ്ഞില്ലേ, ആ കൊമ്പാണ് നമ്മുടെ ആയുസ്. കറുത്തതും വെളുത്തതുമായ എലികളെന്ന് പറയുന്നത് രാവും പകലുമാണ്. അത് ആയുസ്സിനെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർപ്പമെന്ന് പറഞ്ഞില്ലേ, അത് വരാനിരിക്കുന്ന ഖബറാൻ, ബർസഖിൻ്റെ ജീവിതമാണ്. അതിനുള്ളിൽ അവൻ്റെ തലയിലുറ്റു വീണ തേൻതുള്ളിയില്ലേ, അതാണ് സത്യത്തിൽ ഈ ദുനിയാവെന്ന് പറയുന്നത്. ആ ദുനിയാവിൻ്റെ സുഖത്തിന് വേണ്ടി വരാനിരിക്കുന്ന ഖബറിനെ, നൈമിഷികമായ ലോകത്തിനെ, അതിനെയെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നവരോട്, ആഖിറത്തിനെ മറന്ന് മരണത്തെ മറന്ന് ജീവിക്കുന്നവരോട്, പ്രിയമുള്ളവരെ, നമ്മളൊരു വിഡ്ഢികളായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാനാണ്. ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. രാവിലെ വന്നാൽ വൈകുന്നേരം ഉണ്ടാകുമെന്നുള്ള ചിന്ത വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കള് നാളെ യത്തീമുകളാവോ? പറയാൻ സാധ്യമല്ലല്ലോ. മൈനറിയത്തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ,
വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ഇന്നിൻ്റെ മക്കൾ നാളെ യതീമുകളായി മാറുമ്പോ, ഇന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ നാളെ അതേ മയ്യത്തിന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുമ്പോ, ഇന്ന് ജനാസക്ക് വേണ്ടി അന്ത്യചുംബനം കൊടുക്കുന്ന ഭാര്യയാണെങ്കിൽ നാളെ ഇവന്റെ മരണത്തോടുകൂടെ മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയായി മാറുമ്പോ അത് ലോകത്ത് നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ അത്രത്തോളം നൈമിഷികമായി, അത്രത്തോളം നിസ്സാരമായി ഈ ലോകത്ത് നമ്മൾ കാണാൻ അറിയില്ല നമ്മുടെ മക്കളുടെ അവസ്ഥകൾ എന്താണ്. ഒന്നും പറയാനോ അറിയാനോ സാധ്യമല്ലാതെ പോകുന്ന ലോകത്ത് പ്രിയമുള്ളവരെ, നാളേക്ക് വേണ്ടി ഒന്ന് സമ്മാനിക്കാൻ നമ്മൾ സാധാരണ ഈ ദുനിയാവാണ് ശാശ്വതം എന്ന രീതിയിൽ ആളുകൾ ജീവിക്കാറില്ലേ? അങ്ങനെയല്ലേ? ഓർത്തെ നിങ്ങൾ, അള്ളാഹിൻ്റെ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരിക. ഒരാടിങ്ങനെ ചത്ത് കിടക്കാൻ, ഒരു ചെവിയില്ലാത്ത ആടാൻ, അത് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹാബ ഈ ആടിന് ആർക്കെങ്കിലും വിലക്ക് വേണോ? അവർ പറഞ്ഞു, നബി അത് ജീവനുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വാങ്ങൂല്ല, അതൊരു ഐബുള്ള ന്യൂനതയുള്ള ആടാണ്, ഒരു ചെവിയില്ല, ആ ആടിന് ഞങ്ങൾ വിലക്ക് വാങ്ങുമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എങ്കിൽ എനിക്ക് ഇതുപോലെയാണ് ദുനിയാവ് അല്ലേ? ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന റസൂലുള്ളാഹിന്റെ ഉള്ളു ചുകന്ന വെള്ളഭൂമേനിയിലെ ഈത്തപ്പന മട്ടലിന്റെ അടയാളം വീണ് പോകുമ്പോ കണ്ണു നിറഞ്ഞു പോയി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, കിസ്റ കൈസർ ചക്രവർത്തിമാർ പട്ടുമെത്തകളിലൂടെ വിരാജിക്കുമ്പോ നബിയേ ഒരു വിരിപ്പ് നെയ്ത് തരട്ടെയോ റസൂലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താണെന്നറിയോ? മാലീ വലിദ്ദുനിയാ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉമറേ? ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉമറേ? ഒരു കൊട്ടാരം വെച്ച് തരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല, ഒരു ഭവനം ഒരുക്കി തരട്ടെയോ എന്ന് ചോദിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ചോദ്യം എന്താ? ഒരു വിരിപ്പ് നെയ്ത് തരട്ടെയോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, മാലീ വലിദ്ദുനിയാ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധാണ്? അത്രയല്ലുള്ളൂ പ്രിയമുള്ളവരെ. ഈ ദുനിയാവ് മനുഷ്യനിങ്ങനെ വഞ്ചിച്ചു കൊണ്ടുപോവാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹദീദിലെ 20-ാമത്തെ ആയത്തിലെ അല്ലാഹു തആല പറയാ, ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹുവും വസീന വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. കളിയായി, വിനോദമായി, ആഡംബരമായി, മക്കളുടെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ അധികമുണ്ട് അഹന്ത നടിക്കുന്ന ഈ ലോക ജീവിതമല്ലേ? അതെങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹു വിശദീകരിക്കുക. കമസലി ഐസിൻ അജബൽ കുഫാർ, كمثل عيس أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون هطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. كمثل عيس നദർ മഴ പോലെയാണ്. അഅജബൽ കുഫാറു നബാതുഹു, ആ പുതുമഴയത്തെ സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു പൊങ്ങുമ്പോ കർഷകരായ ആളുകൾ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ثم يهيج فتراه مصفرا ثم يكون هطاما. ആ സസ്യം ഇങ്ങനെ വളർന്നു വരുമ്പോ അതിനൊരു മഞ്ഞ നിറം ബാധിച്ച പോലെ നിങ്ങൾക്ക് കാണാ. ഒരു കാറ്റ് വന്നടിച്ച് വീശുന്നതോടുകൂടെ ആ സസ്യം അങ്ങ് പരിപൂർണമായി നുരമ്പിപ്പോകുമ്പോ ഇതുപോലെയാണ് മനുഷ്യര്. നിങ്ങളുടെ ആയുസ് എന്ന റബ്ബിന്റെ ഖുർആൻ പുതുമഴയത്തൊരു സസ്യം മുളച്ചു പൊങ്ങുന്ന പോലെ മടക്കി പിടിച്ച കൈകളുമായി കരയാമാറ്റം അറിയുന്ന രീതിയിലൂടെ നൂലിന്റെ വശമില്ലാതെ ഈ ഭൂമി ലോകത്തെ
ലോകത്തേക്ക് പറന്ന് വീണ മനുഷ്യനില്ലയോ, ആ സസ്യം വളർന്നു വരുന്ന പോലെ അവനും ഇങ്ങ് വളർന്നു വരികയാ. ആ സസ്യത്തിനൊരു മഞ്ഞ നിറം ബാധിക്കുന്ന പോലെ ഇവനും ഒരു വാർദ്ധക്യം കടന്നു വരികയാ. ഒരു കാറ്റ് വന്നടിച്ച് വീശുമ്പോ ആ സസ്യം പരിപൂർണമായി നുരമ്പി പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, കുൽ യതവഫാകും മലകുൽ മൗത്തില്ലദീ വുകില ബികും. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, യതവഫാകും നിങ്ങളെ മരിപ്പിക്കുന്നതാണ്, മലകുൽ മൗത്തില്ലദീ വുകില ബികും നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ മലക്കാരാണോ, ആ മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്നതാ. അതുപോലെ ഒരു സസ്യം പോലെയാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ദി വേൾഡ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പോയട്രി ഉണ്ട്. വില്യം ഷേക്സ്പിയറിന് ലോകത്തിൻ്റെ പരിചയം ഒരു നാടകകൃത്തായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അത്യപൂർവങ്ങളിൽ ഒരു പോയട്രിയാണ് ദി വേൾഡ് സ്റ്റേജ്. ആ പോയട്രിയിൽ അദ്ദേഹം പറയുന്നത്, ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരും ഒരു ആക്ട്രസ്സാണ്, ഒരു അഭിനേതാവാണ്. 7 വേഷങ്ങൾ അഭിനയിച്ചാൽ അവൻ്റെ റോള് കഴിഞ്ഞു എന്നാണ്. ബർത്ത്, പിന്നെ അതുപോലെ എഴഞ്ഞു നടക്കുന്ന ക്രൗളിംഗ് സ്റ്റേജ്, മുട്ടുകുത്തി നടക്കുന്ന പ്രായല്ലേ, സ്കൂൾ ബോയായി മടി കാണിക്കുന്ന കാലം, ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത അഡോളസൻ സ്റ്റേജ്, അതുപോലെ തന്നെ മധ്യവയസ്കതയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന പ്രായം, അതുപോലെ തന്നെ വാർദ്ധക്യം, ഡെഡ് ബോഡിയായി കിടക്കുന്ന സാഹചര്യം. ഇതൊരാൾ അഭിനയിച്ചാൽ അവൻ്റെ റോള് കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ലേ സത്യത്തിലെ? ഇതാണ് ഒരാളുടെ ആയുസ് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ആലോചിച്ചൊക്കെ അള്ളാൻ്റെ ഹബീബ് പറയാൻ, ശരാശരി എത്രയാ ഉമ്മത്തിൻ്റെ ആയുസ്? എത്രയാ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. ഒരു 60 വർഷത്തെ ആയുസ് കഴിഞ്ഞ് പിന്നെ കിട്ടണതൊക്കെ ഓർത്തോളാ, അത് ബോണസാണ്. 60-ന് മേലെ കിട്ടിയതൊക്കെ ബോണസാണ്. ഇനി 60 വയസ്സിൻ്റെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ. ദിവസേന 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ 20 വർഷം അവൻ ഉറങ്ങി തീർക്കല്ലേ? ഒരു 60 കൊല്ലം അല്ലാഹ് ആയുസ് തന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദിവസേന 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ 20 കൊല്ലം അവൻ ഉറങ്ങി തീർക്കാൻ, ബാക്കി 40 വർഷത്തിൽ ബാല്യമായി, ശൈശവമായി, പക്വതയില്ലാത്ത സമയമായി, ദൈനംദിന ആവശ്യങ്ങളായി അവൻ ചെലവഴിക്കുന്നത് വർഷങ്ങളാൻ. ഒരു ദിവസം 10 മിനിറ്റ് കുളിക്കാൻ എടുക്കുന്നവൻ 6 ദിവസം കൊണ്ട് ചെലവഴിച്ചത് 1 മണിക്കൂറാൻ. അങ്ങനെ കണക്കൂട്ടി ആയുസ്സിലെ എത്ര വർഷങ്ങൾ അതിനു വേണ്ടി മാത്രം. പിന്നെന്താ ദുനിയാവിൽ കുറച്ച് സമയം, അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നോക്കി. 40 വയസ്സ് കഴിഞ്ഞാലും 70 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ PSC ടെസ്റ്റ് നടക്കാൻ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിങ്ങനെ ചെക്ക് ചെയ്യാൻ നമ്മൾ നടക്കണില്ലേ? ദുനിയാവിലെ മാക്സിമം ഇസ്ലാം അനുവദിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ദുനിയാവിൽ കാണുന്ന മാക്സിമം സുഗന്ധ ആർഭാടകരമായ ഭക്ഷണം, സുഭിക്ഷകരമായ ഭക്ഷണം, അതുപോലെ ആഡംബരമേറിയ വീടുകൾ, അതുപോലെ തന്നെ ആഡംബരമേറിയ നമ്മുടെ വാഹനങ്ങൾ, ഇതൊക്കെയല്ലേ സാധാരണ ദുനിയാവിലെ മാക്സിമം എന്ന് പറയുന്നേ. ജീവിതത്തിൽ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുമ്പോൾ ചെറിയൊരു തലകറക്കം അനുഭവപ്പെടുക. ഡോക്ടറുടെ അടുക്ക പോയപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, BP ഒരല്പം കൂടുതലാണ്, ഉപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കണ്ട. നമ്മൾ വിചാരിച്ചു ഉപ്പല്ലേ, വീട്ടിൽ വന്നിട്ട് ഉപ്പിടാത്ത കഞ്ഞി കുടിച്ചാൽ അറിയുക അതിൻ്റെ സുഖം എത്രത്തോളം ഉണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജോയിൻസിലൊക്കെ വേദന ഉണ്ട്. അപ്പോൾ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാണ്, എണ്ണമെഴുക്ക് പൊരിച്ചത് കരിച്ചതൊന്നും വേണ്ടാൻ. ഒരു റമദാൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ അവിടെയും കഴിഞ്ഞു ആസ്വാദനങ്ങൾ തീരാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷുഗർ കൂടുതലാണ്, മധുരം വേണ്ട. ദുനിയാവിലെ മാക്സിമം സുഖങ്ങൾ ഇത്തരം കൊണ്ട് തീരാൻ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഇങ്ങനെ അങ്ങ് കാർ നിന്ന് പോകുന്ന ഓർത്തൊക്കെ നിങ്ങൾ 30, 40, 50 പലരും ഇല്ലേ ഈ സദസ്സിൽ? നമ്മുടെ ഓത്തുപള്ളി കാലഘട്ടങ്ങൾ ഇന്നലകളെ പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ താലോലിക്കുമ്പോൾ എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ കിടന്നുപോയി, എത്ര പെട്ടെന്ന്. പ്രിയമുള്ളവരെ, നടക്കുന്ന ഓരോ കാലടികളും നമ്മൾ അടുപ്പിക്കുന്നത് ഖബറിലേക്കാ, ഓരോ കാലടികളും അടുപ്പിക്കുന്നത് ഖബറിലേക്കാ.
ഒരു ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ചലിച്ചു കൊണ്ടിരിക്കുമ്പോ ഓർക്കണേ, നമ്മുടെ ആയുസാണ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലോ 2016 വിട പറഞ്ഞില്ലയോ? ഈ 17 ജനുവരിയിലൂടെ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, അല്ലാഹുവേ, എന്റെ ആയുസ്സിന് വേണ്ടി നീ കണക്കാക്കിയ സമയമുണ്ടല്ലോ, അത്രയും എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയല്ലോ അല്ലാ. ഒരുങ്ങിയിട്ടുണ്ടോ നാളെയുടെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാ? ഈ ആയുസ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടുക്കുന്നത് ഖബറിലേക്കാ, അടുക്കുന്നത് മരണത്തിലേക്കാ. ആ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരാള് പോലും ലോകത്തിലൂടെ ബാക്കി വന്നിട്ടില്ല മരിക്കാതെ. വലോകാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകമെങ്ങാനും മരിക്കാതെ ഒരാളെ ബാക്കി വെക്കുമായിരുന്നെങ്കിലോ ലകാന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാവുക തന്നെ ചെയ്യുമായിരുന്നു. ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് ശാശ്വതനായി ബാക്കി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞതാണെങ്കിലോ ഒരാളെ പോലും മരിക്കാതെ ബാക്കിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. എല്ലാവരും മരിക്കാനുള്ളവരാൻ ആരുമില്ല. കരുത്തനായ സീസറും പ്രസിദ്ധനായ ഹോമറും പ്രശസ്തിയുറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്കിനി എന്ത് ശങ്ക? ഈ ലോകത്തെ കിടകിട വിറപ്പിച്ചു പോയ നെപ്പോളിയൻ ബോണപ്പാർട്ട് എല്ലാം ഈ ലോകത്തോട് ഞാനാണ് റബ്ബ്, ഞാനാണ് ഇലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ അതിക്രമം കാണിച്ചവനെന്ന് പറഞ്ഞ ഫിർഔനില്ലേ? ഇല്ലേ? ഇന്നീയന റബ്ബുക്കുമുൽ അഅ്ല. ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് മാത്രമല്ല, ഞാനാണ് മിസ്രിന്റെ അധിപതി എന്ന് മാത്രമല്ല, ഈ മിസ്രിലൂടെ ഒഴുകുന്ന നൈല് പോലും എന്റെ ചൂണ്ടുവരലിന്റെ ജൽപ്പനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഒഴുകൂ എന്ന് അഹങ്കാരത്തിന്റെ വിപ്ലവമോദിയ ഫിർഔനില്ലയോ? അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല. മരിക്കാതെ ആരും ബാക്കിയില്ല. എങ്കിലെൻ്റെ പ്രിയമുള്ളവരെ, ഏത് മണ്ണിൽ വെച്ച് മരിക്കുന്നു എന്നുള്ളതല്ലല്ലോ, മരിക്കുന്ന നേരത്തെ ഈമാനില്ലേ പ്രശ്നം അല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പലതവണ ഉണർത്തിയില്ലയോ? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമുകളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ, മുസ്ലിമുകളായി കൊണ്ടല്ലാതെ ഈ ലോകത്തോടെ വിട പറയല്ലേ. പ്രിയമുള്ളവരെ, ആ മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോ പരിപൂർണമായി ഒറ്റപ്പെടുന്ന നിമിഷങ്ങളാ. ജീവിതങ്ങളിലൂടെ അത്താണിയേകാര് അവലംബമേകാര് കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളില്ലയോ? കണ്ണിനാനന്ദം നൽകുന്ന തരുണീമണികളായ മക്കളില്ലയോ? സന്താപ സന്തോഷ സമ്മിശ്രമായ ജീവിതങ്ങളിലൂടെ നേളെ പോലെ ജീവിക്കുന്ന ഇണകളുണ്ട് ദുനിയാവിലെങ്കില്. താങ്ങായി തണലായി വർത്തിക്കാ സഹോദരങ്ങളുണ്ട് ജീവിതത്തിലെങ്കില്. മരണത്തിന് വിളിനാദം കടന്നു വരുമ്പോ പരിപൂർണമായി ഒറ്റപ്പെടുന്ന നിമിഷമാ. അവിടെ നിന്നങ്ങോട്ട് ആരുമില്ലാട്ടോ ആ വേദനകളെ ഏറ്റെടുക്കാൻ, അവിടുന്നൊരു സഹായം നൽകാൻ, അവിടുന്നൊരു സാന്ത്വനം നൽകാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി തിരിച്ചു കൊടുക്കാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പറന്നു പോകാ. അമലുകളെ കൊണ്ട് സജ്ജമാകണേ. ഇന്ന് വരെയുള്ള ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോ പ്രിയമുള്ളവരെ, എറണാകുളം ജില്ലയുടെ പല ദിക്കുകളിൽ നിന്നോ ഈ ഒരു മൈതാനിയിലൂടെ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് സ്വന്തമായി നമ്മുടെ ശരീരത്തോട് ചോദിക്കാ, അല്ലാഹുവേ, ഈ ഒരു ജനുവരി 15 വൈകുന്നേരമാണ് എന്റെ റൂഹ് വിട പറയുന്നതെങ്കിൽ അല്ലാ, എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമാണോ?
ഇന്ന് വരെ എന്താ കരുതിയിട്ടുള്ളത്? ഇന്ന് വരെ എന്താ സജ്ജമാക്കിയിട്ടുള്ളത്? കേവലം ഒരു പ്രവാസ ലോകത്തിലേക്ക്, ഒരു ഗൾഫ് നാടിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോ ഉപയോഗിക്കാനുള്ള വസ്ത്രം കൊണ്ട് പോകലില്ലോ. എന്തിനേറെ 2 മാസം 3 മാസം വരെ ഉപയോഗിക്കാനുള്ള അച്ചാർ വരെ പാക്ക് ചെയ്തുകൊണ്ടാ ഇവിടെ നിന്ന് നാടിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രക്ക് വേണ്ടി എന്താ ഒരുങ്ങിയിട്ടുള്ളത്? എന്താ സജ്ജമാക്കി വെച്ചിട്ടുള്ളത്? എന്ത് അമലാ നമ്മുടെ കയ്യിലുള്ള? ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരല്ലേ, 5 മിനിറ്റ് വെച്ച് കൂട്ടിയ 25 മിനിറ്റ്. ഇതാണോ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടില്ലേ? ഈ അമൽ കൊണ്ട് മാത്രമാണോ അള്ളാഹിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമ്മൾ വിചാരിച്ചിട്ടില്ലേ? ആണോ? പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്. ഗൾഫിലെ ഒരുപാട് കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ നമ്മൾ കാണാറുണ്ട്. 16 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ചോദിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നേ? അവർ പറയും, നാട്ടിലൊരു വീട് വെച്ചൊന്ന് സമാധാനാവാൻ, ഭാര്യയ്ക്കും മക്കൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് എന്നല്ലേ സാധാരണ പറയുക. ആ വീട് വൈറ്റ് വാഷ് അടിക്കുന്നതിനനുസരിച്ച് അവൻ്റെ താടി രോമങ്ങൾക്ക് നിരവീഴാൻ, ആ വീട്ടിലൊന്ന് സ്വസ്ഥ ജീവിതം നയിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഓക്കെ ഇന്നേക്കും ഇല്ലാത്തൊരു മടക്കമില്ലാത്തൊരു യാത്ര പോകേണ്ടി വരില്ലേ മനുഷ്യന്? എത്രത്തോളം അവൻ്റെ വീട്ടിൽ അവന് താമസിക്കാൻ സാധ്യമായിട്ടുണ്ട്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കണേ, നിങ്ങൾ ഒരു സുഹൃത്തിൻ്റെ ജനാസ കൊണ്ടുപോയി ഖബർസ്ഥാനിൽ മറമാടി തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ കള്ളിമുൾച്ചെടിയിൽ നമ്മുടെ വസ്ത്രമൊന്ന് കുരുക്കുമ്പോൾ, അത് വേർപ്പെടുത്തി പോരുമ്പോൾ ആ കള്ളിമുൾച്ചെടി പോലും അറിയാതെ നമ്മളോട് പറഞ്ഞൊരു സത്യമല്ലേ, ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചില്ലേ നമ്മളെ? ഓർത്തിട്ടുണ്ടോ നിങ്ങൾ? ആ പ്രവാസ ജീവിതത്തെ ഈ ദുനിയാവായിട്ട് നമ്മളൊന്ന് കണ്ടോക്കെ. 16 മണിക്കൂർ കഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരല്പമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം അല്ലേ? ആ ദുനിയാവിലെ വീട് വെക്കലല്ലോ, ആഖിറത്തിൽ എനിക്കൊരു വീട് വേണം എന്ന നിയ്യത്തോടുകൂടെ ഒന്ന് ആത്മാർത്ഥമായി അധ്വാനിക്കാൻ, ഒന്ന് പ്രവർത്തിക്കാൻ, ഒന്ന് സമ്പാദിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട. ദുനിയാവിലൊന്നും ചെയ്യൂല. വിശ്വസിക്കേണ്ട വിശ്വാസങ്ങളെ രാവും പകലും വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചെന്നതാണ്. അത് നമ്മൾ സ്വീകരിക്കില്ല. അതിപ്പോൾ ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പ്, അതങ്ങനെ തന്നെ അങ്ങ് പോയിക്കോട്ടെ. എൻ്റെ വാപ്യം വല്യപ്പം നരകത്തിലാണെങ്കിൽ ഞാനും അങ്ങനെ പൊക്കോട്ടെ. അവിടെ ഒരു തീരുമാനമില്ല, അവിടെ ഒരു പഠനമില്ല. ഈ ഖുർആനോ ഹദീസോ നമ്മൾ മനസ്സിലാക്കൂല. അങ്ങനെ അങ്ങ് പോയി അവസാനോ നോക്കണേ നിങ്ങൾ, സ്വർഗവും നരകവും ഏറ്റവും അവസാനം ലഭിക്കുന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ, മരണം മുതൽ സ്വർഗത്തിന്റെ അനുഭൂതികൾ കിട്ടൂലേ, നരകത്തിന്റെ ഭയാനകതകൾ അനുഭവിച്ചു തുടങ്ങൂലേ. അതുകൊണ്ട് തന്നെ ഓർത്തോ, ആ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമാവുകയാണ്. ആ നേരത്ത് അല്ലാഹുവിനോട് കെഞ്ചി പറയൂലേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരല്പസമയം കൂടെ പിന്തിപ്പിച്ചു തരണേ അല്ലാ, ഒരല്പസമയം കൂടെ ഒന്ന് പിന്തിപ്പിച്ചു തരണേ അല്ലാ. പക്ഷെ അല്ലാഹു തആല പിന്തിപ്പിച്ചു തരൂല്ല, അല്ല തരൂല്ലാട്ടോ. വിശുദ്ധ ഖുർആനിന്റെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലില്ലയോ, അതിന്റെ 61-ാമത്തെ വാക്കില്ലയോ, മനുഷ്യരെ അവൻ അല്ലാഹുവിനോട് ചെയ്യുന്ന അക്രമത്തിനനുസരിച്ച് അവന്റെ റൂഹിനെ ഞാനിങ്ങ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഒരൊറ്റ മൃഗത്തെ പോലും ഞാൻ അവിടെ ബാക്കി വെക്കില്ല. എന്നിട്ടും നിങ്ങൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാ? വലാകി യുഅഖിറുകും ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിതമായ അവധി വരെ, ഒരു നിശ്ചിതമായ പരിധി വരെ നിങ്ങളെ ഞാൻ കാത്തുവച്ചിരിക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയാ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവരുടേതായ അവധി സമാഗതമായി കഴിഞ്ഞാൽ, അവരുടേതായ അവധി ഇങ്ങോട്ട് സമാഗതമായി കഴിഞ്ഞാൽ ഒരു സമയം പോലും അല്ലാഹു പിന്തിപ്പിക്കുകയോ മുന്തിപ്പിക്കുകയോ ഇല്ല. അല്ലാഹു തീരുമാനിച്ച സമയമെത്തുമ്പോ പ്രിയമുള്ളവരെ, ഒരു വർഷം മാറൂല, ഒരു മാസം മാറൂല, ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും മാറൂല, ഒരു മണിക്കൂറിന്റെ മാറ്റം പോയി ഒരു മിനിറ്റിന്റെ, ഒരു സെക്കൻഡിന്റെ, ഒരു മൈക്രോ സെക്കൻഡിന്റെ, നാനോ സെക്കൻഡിന്റെ പോലും മാറ്റമില്ല. അല്ലാഹു തീരുമാനിച്ച
സമയമില്ലേ, ആ സമയത്തിലൂടെ റബ്ബിന്റെ മലായിക്കത്തുകള് ഇവന്റെ റൂഹിനെ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോ മരണം വന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല, ഒന്ന് മടക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ തള്ളി നീക്കിയ ദിവസങ്ങളില്ലയോ, അനാവശ്യമായി ചെലവഴിച്ച സമയങ്ങളില്ലയോ, ഉപയോഗപ്പെടുത്തിക്കോ, അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ വിനിയോഗിക്കാ. അതല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ പറയാ, 2 മരണവും 2 ജീവിതവും തന്ന അല്ലാ, ഒന്ന് മടക്കി തരുമോ റബ്ബേ. പക്ഷെ അല്ലാഹു മടക്കി തരൂല്ല, അല്ലാഹു മടക്കി തരുന്ന പ്രശ്നമില്ല. ഇനിയോ നിങ്ങൾ ഓർത്തുക്കുന്നുണ്ടോ, നന്നാവാൻ ഇതിൽ പരം ഒരു ആയത്തില്ല. അത്രത്തോളം ഹൃദയത്തിന്റെ അടിത്തട്ടിലൂടെ ഇറങ്ങിച്ചെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സംവദിച്ചു പോയ ആയത്തില്ലയോ, സൂറത്ത് ഹമീം സജദ. നമ്മൾ സാധാരണ തിലാവത്തിന്റെ സുജൂദുണ്ട്, വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് പാരായണം ചെയ്യാൻ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ എന്താ പറയാന്നറിയോ, ഒന്നുകിൽ ഇമാമ് സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ സുജൂദ് ചെയ്യുക, ഖുർആൻ ഓതുകയാണെങ്കിൽ മിനാരത്തിൻ്റെ ചിഹ്നം കണ്ടാൽ അപ്പം സുജൂദ് ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ ഇമാം പറയും 2ാമത്തെ റക്അത്തിൽ സുജൂദ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നേരെ റുക്കൂയ്ക്ക് പോവുക. അങ്ങനെയല്ലേ സംഭവിക്കുക? നമ്മൾ ആ ആയത്ത് ഹൃദയത്തെ തട്ടിയൊരു സുജൂദ് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കിതാ റൂഹ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വലൗതറാ ഇതിൽ മുസ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. കുറ്റവാളികളെ നീയൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു കുറ്റവാളിയെ ദുനിയാവിലൂടെ പിടിച്ചുകൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെ, വലൗതറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം, അവരുടെ തലകളെ അവർ കുത്തനെ പിടിച്ചവരായവർ കടന്നു വരികയാ. കാരണം സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖമഹൂൻ. പിരടി മുതൽ ഞെരിയാണി വരെയും ഇതാ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ അടുക്കലോടെ കടന്നു വരുമ്പോ അവർ പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. റബ്ബനാ അബ്സർനാ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു അല്ലാ, ഞങ്ങൾ കണ്ടു അല്ലാ. നരകത്തിന്റെ തീപ്പൊരികൾ, കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികൾ പാറുന്നത്, അതിന്റെ ഭയാനകരമായ ശിക്ഷകള് ഞങ്ങളെ കണ്ടു അല്ലാ. വസമിഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ. നരകത്തിന്റെ ഇരമ്പലും മട്ടഹാസവും മലർച്ചയോ ഞങ്ങൾ കേട്ടു അല്ലാ. അതുകൊണ്ട് തന്നെ ഫർജിഅനാ നഅമൽ സാലിഹാ, ഒന്ന് മടക്കി തന്നിരുന്നെങ്കിലല്ല, ഒന്ന് മടക്കി തന്നിരുന്നെങ്കിലല്ല, നല്ലതുപോലെ പ്രവർത്തിച്ചു കൊള്ളാം റബ്ബേ. ഇന്നാ മൂഖിനൂൻ, ഉറപ്പായുമല്ല, 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 ഉറപ്പായിട്ടുമല്ല. ഇനിയൊരു പ്രബോധകന്റെ പ്രബോധനം ആവശ്യമില്ലല്ലോ, ഒരു നസീഹത്ത് പോലും വേണ്ട. ഉറപ്പായും ഞങ്ങളെ നന്നായിക്കൊള്ളാ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും. ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ, ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇതുപോലൊരു ദിവസം കണ്ടുമുട്ടുമെന്നുള്ളതിന് നിങ്ങൾ മറന്നു കളഞ്ഞവരല്ലയോ, നിങ്ങൾ മറന്നു കളഞ്ഞവരല്ലയോ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ.
എൻ്റെ പ്രിയമുള്ളവരെ, റബ്ബിന്റെ കോടതിയിലൂടെ കടന്നു ചെല്ലേണ്ടി വരുമെന്ന്, അള്ളാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമെന്ന് ഒരു വിഷയത്തെ മറന്നുകൊണ്ട് ജീവിച്ചവരെ അല്ലാഹ് പറയാ, നീ മറന്നതില്ലയോ? പ്രിയമുള്ളവരെ, പലിശയിലേക്ക് നീങ്ങുമ്പോ, തഖ്വയില്ലാത്തത് കൊണ്ട് പലിശക്ക് മേലെ നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോ ഓർത്തില്ല, ഈ പലിശ കൊണ്ട് അള്ളാന്റെ മുമ്പിലൂടെ ചെന്ന് നിൽക്കേണ്ടവനാ. രാവുന്നില്ലാതെ പകലുന്നില്ലാതെ ഹറാമിന്റെ പിന്നാലെ നമ്മൾ ഓടിയപ്പോ ഓർത്തില്ല അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമെന്ന്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ 140 രാഷ്ട്രങ്ങളിൽ എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അത് മുഴുവനും തങ്ങളുടെ വീടുകളിലൂടെ മൊബൈൽ ക്യാമറകളിലൂടെ കണ്ടാസ്വദിക്കുമ്പോ ഓർത്തില്ല അള്ളാന്റെ മുമ്പിലൂടെ വന്ന് നിൽക്കണമെന്ന്. അല്ലാഹു തആല പറയാ, ഇങ്ങനെ ഒരു ദിവസത്തെ നിങ്ങൾ മറന്നതല്ലടാ, അതുകൊണ്ട് ഇന്നാനസീനാക്കോ, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളഞ്ഞിരിക്കുകയാ, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളഞ്ഞിരിക്കുകയാ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ, ആസ്വദിച്ചോ. പ്രിയമുള്ളവരെ, റൂഹ് വിട പറയുമ്പോ മരണത്തിൻ്റെ നേരത്ത് ആ വിലാപം കൊണ്ട്, ആ പറച്ചിൽ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ സമയം നമുക്കുള്ള സമയമാണ്. മാക്സിമം ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുക, അതല്ലേ അമലുകളെ സ്വരൂപിച്ച് വെക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ ആലോചിച്ചൊക്കെ സ്വർഗം തരണേ അല്ലാ എന്ന് പടച്ചവനോട് നമ്മൾ ചോദിക്കാറുണ്ട്, ആഖിറത്തിലെ വിജയം തരണേ എന്ന് ചോദിക്കാറുണ്ട്. ഏത് സ്വർഗത്തിലേക്കാണ്? ഖബ്ബാബും ഹുബൈബും പോകുന്ന സ്വർഗത്തിലേക്ക്, അമ്മാർ ഇബ്നു യാസിറും സുമയ്യ റളിയല്ലാഹുവിനെയും പോകുന്ന സ്വർഗത്തിലേക്ക്. ഈ ഒരു തുച്ഛം അമല് കൊണ്ട് കടന്നു പോവാ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അതിനപ്പുറം നമ്മൾ ഓർക്കണം ട്ടോ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതുവരെ പലരുണ്ടായിരുന്നു നമ്മളൊക്കെ ഒറ്റപ്പെടാൻ പോവാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാൻ പതിവ് പോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ക്ലാസ് നടക്കുകയാണ്. സാധാരണ നടക്കാറുള്ള പോലെ മസ്ജിദുൻ നബവിയിലല്ല, പദവിന് വിപരീതമായി ബക്കയിൻ്റെ ഖബർസ്ഥാനിൽ ഒരു സ്വഹാബിയുടെ ജനാസ മറമാടാൻ വേണ്ടി വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ ശരിയായിട്ടില്ല. മയ്യത്ത് കൊണ്ടുവന്ന ഖബറിൻ്റെ ഒരു ഓരത്ത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെക്കാൻ പ്രവാചകൻ ഒരു ഭാഗത്ത് പോയിരുന്നു. തൻ്റെ കയ്യിലുള്ള കമ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്തിങ്ങനെ കൂറി വരക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് എന്തോന്ന് പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ശ്രദ്ധയോടുകൂടെ കാതോർത്തു കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് പറയാ, ഞങ്ങളുടെ തലകളിലെങ്ങാനും ഒരു പക്ഷി വന്നിരുന്നാൽ അത് പറന്നു പോകാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധയോടെ ഞങ്ങൾ വീക്ഷിക്കുമോ, അതേപോലെ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ഞങ്ങൾ കാതോർത്തു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പഠിപ്പിച്ചു തരികയാണ്, അല്ലയോ സഹാബാ, ഒരു സത്യവിശ്വാസിയുടെ റൂഹിന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ കൊണ്ടുപോവുക എന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് മലായിക്കത്തുകൾ ഒരു സത്യവിശ്വാസിയുടെ റൂഹിനെ കൊണ്ടുപോകുന്നത്? അവിടെ കടന്നു വരുന്ന മലായിക്കത്തിന് പോലും പ്രത്യേകത, സൂദുൽ വുജൂഹ്, നല്ല കറുത്തിരുണ്ട മുഖത്തിന്റെ ഉടമകളായി കടന്നു വരുമെന്ന, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന അറപ്പുളവാക്കുന്ന രീതികളിലൂടെ കടന്നു വരികയാ. അവരുടെ കൈകളിലുള്ളത് ഹനൂത്തും മിൻ ഹനൂത്തുൽ ജന്നാ, സ്വർഗീയ സുഗന്ധങ്ങളുമായി സ്വർഗീയ പരിമളങ്ങളുമായി കടന്നു വരുമ്പോ ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി കൊണ്ട് ലളിതമായി കൊണ്ട് വെള്ളമൊഴുകാറുണ്ടോ അത്രയും ലളിതമായി കൊണ്ടാ അവരുടെ റൂഹിനെ പിടിച്ചെടുക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയതായ പരാജിതനായി പോയ നരകാവകാശിയായ മനുഷ്യരുണ്ടല്ലോ, അവരുടെ റൂഹിനെ പിടിക്കാനായി വരുന്ന മലായിക്കത്തിന്റെ പ്രത്യേകത നോക്കണേ. റഹ്മത്തിന്റെ മലായിക്കത്തുകൾ സ്വർഗാവകാശികളുടെ റൂഹിനെ കൊണ്ടുപോകുന്നത് കണ്ടാൽ പ്രക്ഷോഭിതമായ ബീദുൽ വുജൂഹ്, പ്രക്ഷോഭിതമായ മുഖത്തിന്റെ ഉടമകളാണ്. പക്ഷേ നരകാവകാശികളുടെ കൊണ്ടുപോകുന്നത് സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട പേടി തോന്നുന്ന മുഖത്തിന്റെ ഉടമകളാ. അല്ലേ? നേരത്തെ പറഞ്ഞതിലൊരു ചെറിയൊരു കറക്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക.
വിശ്വാസികളുടെ റൂഹ് കൊണ്ടുവന്ന ബീലുൽ വജൂഹ്, പ്രശോഭിതരായ മുഖത്തിൻ്റെ ഉടമകളാണ്. സ്വർഗീയ സുഗന്ധങ്ങളുമായിട്ട് അവരുടെ റൂഹിനെ കൊണ്ടുപോകുന്നത് ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുന്ന പോലെ. എന്നാലോ നരകാവകാശികളുടെ റൂഹിനെയോ നനഞ്ഞതായ പഞ്ഞക്കെട്ടില് കുടുങ്ങിയതായ ഇരുമ്പിന്റെ കൊളുത്തിന് പിടിച്ചുപറിക്കുന്ന ഗൗരവത്തോടുകൂടെ അവരുടെ റൂഹിനെ പിടിച്ചുപറിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റൂഹിനെ പിടിച്ചുപറിക്കുന്നതാണ് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന രീതികളിലാ നരകാവകാശികളുടെ റൂഹിനെ പിടിച്ചെടുക്കുന്നതെങ്കിലോ എൻ്റെ പ്രിയമുള്ളവരെ, ആ വേദന സഹിക്കാൻ കഴിയില്ല. മരണത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട ഉമ്മാടെ മടിത്തട്ടിലാണ് തലവെച്ച് കിടക്കുന്നത്. പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിലാണ് തലവെച്ച് കിടക്കുന്നത്. പൊന്നുമക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്നത്. അവിടുന്ന് പ്രിയമുള്ളവർ ഈ മരണത്തിന്റെ വേദന ഏറ്റെടുക്കാ ഭാര്യക്ക് സാധ്യമല്ല, ഉമ്മാക്ക് സാധ്യമല്ല, മക്കൾക്ക് സാധ്യമല്ല. പ്രിയതമൻ ഏറ്റെടുക്കില്ല. ഒറ്റക്കായി അനുഭവിക്കേണ്ടി വരുന്ന നിമിഷങ്ങളാ. കഠിനമാണ് മരണത്തിന്റെ വേദന എന്ന് ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നപ്പോ പ്രിയമുള്ളവരെ, ഒരു സഹാബി തന്നെ മരണത്തിന്റെ വേളകളിലോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ചോദിക്കുന്നു, വാപ്പാ നിങ്ങളല്ലേ പറയാറുള്ളത് മരണത്തിന്റെ വേദന ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലോ? ഇപ്പൊ അങ്ങ് മരണത്തിന്റെ അവസ്ഥകളിലാണല്ലോ. ആ പിതാവ് പറയുന്ന, മോനെ, ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് തലച്ചോറ് വരെ കൊളുത്തി വലിക്കുന്ന രീതികളിലോട് അസഹനീയമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് മോനെ എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ ഓർക്കണേ, റൂഹ് പിടിക്കുന്ന വേദന കഠിനമാ. വിശുദ്ധ ഖുർആനിൽ 75-ാം അധ്യായം സൂറത്ത് ഖിയാമ അല്ലാഹു പറഞ്ഞില്ലേ, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കല്ലാ, വേണ്ടടോ, ഇദാ ബലഅതി തറാഖിയ, അവന്റെ റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ വഖീല മൻ റാഖ്, ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്? ചികിത്സ നടത്താൻ ആരുണ്ട്? അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ വലന്ന അന്നഹുൽ ഫിറാഖ്, അവരുടെ വേർപാടിന്റെ സമയമാണെന്നവർ മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാ. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്റെ മടക്കമെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്തിനേറെ എൻ്റെ പ്രിയമുള്ളവര്, മനുഷ്യരിൽ ഉത്തമരെ പ്രവാചകന്മാരാണെങ്കിലോ, ആ പ്രവാചകന്മാരിലെ ഉന്നതര മുർസലുകളാണെങ്കിലോ, ആ മുർസലികളിലെ സേട്ടർ ഉലുല്ലസുമകളാണെങ്കിലോ, ആ ഉലുല്ലസുമകളിൽപ്പെട്ട പ്രവാചക ചക്രവർത്തി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ നിമിഷങ്ങളിലോട് ശക്തമായ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ അറിയോ നിങ്ങൾക്ക്, സഫർ മാസത്തിന്റെ അവസാനത്തിലാ അവിടെ നിതാ മരണത്തിന്റെ വേദന ഒരു തലവേദനയായി തുടങ്ങിയ രോഗമില്ലയോ? റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളിലൂടെ കടന്നു വരുമ്പോ ശക്തമായ പനിയാ, അല്ലാഹുവിന്റെ ഹബീബിന് ശക്തമായ പനിയാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, ഇന്നി ലഉഖു കമാ യുഅഖു റജുലാനി മിൻകു, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുല്ലാ. ശക്തമായ പനി വന്നില്ലയോ? വേദനകൾ അസഹ്യമായി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅവ്വിദതൈനി സൂറത്തുകൾ ഓതി കൈകളിലോതി ശരീരം ഇങ്ങനെ തടവുകയാ. എഴുന്നേറ്റ് നിൽക്കുമ്പോ ബോധരഹിതനായി വീഴുമാറ് പള്ളിയിലേക്ക് പോകാൻ പ്രയാസപ്പെട്ടു പോയ ലോകത്തിന്റെ നായകനില്ലയോ? വിട പറഞ്ഞു പോയ ദിവസം ഇതാ. റൂഹ് പിടിക്കാനായി മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ
റൂഹ് പിടിക്കുന്ന ളുഹാ സമയമില്ലയോ, പ്രവാചകൻ ഇതാ കഠിനമായ വേദന കടിച്ചമർത്തുകയാ. ആ റസൂലുള്ളാന്റെ നെറ്റിത്തടം വല്ലാതെ വിയർത്തുകൊണ്ടിരിക്കുകയാ. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ടു റസൂലുള്ളാന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ എങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുമ്പോ ഇത് കണ്ടുകൊണ്ട് മുത്തുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാന്റെ കരളല്ലേ, മദീനയുടെ മുറ്റത്തെ മലരല്ലേ, റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ണമെന്ന് വിളിച്ചതല്ലയോ ഫാത്തിമ. കിതാതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ അതേ ഫാത്തിമ ബീവി തന്നെ പറയാ, വാ കർബാ അബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാ, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കരയല്ലേ ഫാത്തിമ, കരയല്ലേ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോളെ. റസൂലുള്ളാന്റെ വഫാത്തിന്റെ രംഗം കണ്ടുകൊണ്ട് ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ അങ്ങേക്ക് വേദനയുണ്ടോ റസൂലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അലമുത്ആമുല്ലദീ അകൽതു ഫീ ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണിൽ ഒരു ജൂതസ്ത്രീ എനിക്ക് തന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട് ആയിഷ. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയാ,